കഴിഞ്ഞ 2 ദിവസം നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ലേയിലാണ്. ഇന്ന് നമ്മുടെ 3ാമത്തെ ദിവസമാണ്. അംചുക് ബ്രോയുടെ ഈ വണ്ടിയിലാണ് ഇനി അടുത്ത 3 ദിവസം നമ്മുടെ യാത്ര. നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വണ്ടിയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഇനി സ്റ്റേ ഒക്കെ ചെയ്യുന്നത് നമ്മൾ നുബ്ര വാലി, പാങ്ങോങ് ലേക്ക് ഭാഗങ്ങളിലൊക്കെയാണ്. നമ്മൾ ഇന്നലെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുള്ള കരൺ ബ്രോയുടെ ഫ്രണ്ടാണ് ഈ അംചുക് ബ്രോ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് കുറച്ചിട്ടാണ് ഈ വണ്ടി 3 ദിവസത്തേക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ കരൺ ബ്രോയോടും അവരുടെ അമ്മേനോടൊക്കെ യാത്ര പറഞ്ഞു. രാവിലെ തന്നെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അമ്മ. ലേന്ന് ഏകദേശം 150 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട് നുബ്ര വാലിയിലേക്ക്. ഈ നുബ്ര വാലിക്ക് അകത്ത് പെടുന്ന സ്ഥലങ്ങളാണ് ദിഷ്കിൻ മൊണാസ്ട്രി, ഹുണ്ടർ എന്നൊക്കെ പറഞ്ഞത്. ഇവിടങ്ങളിലൊക്കെ നമ്മൾ ഇന്ന് പോകും. കൂടാതെ തന്നെ കുറേ ഗ്രാമപ്രദേശങ്ങളൊക്കെ കടന്നാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വണ്ടി എടുത്ത വഴിക്ക് തന്നെ ഞങ്ങൾ ആദ്യം കണക്ട് ചെയ്തത് നമ്മുടെ കുറേ മലയാളം പാട്ടുകളായിരുന്നു. ഈ അംചുക് ബ്രോ ഭയങ്കര അടിപൊളി ഒരു മനുഷ്യനാട്ടോ. നല്ല ജിൽന്ന് നിൽക്കുന്ന ഏകദേശം എന്റെയൊക്കെ പ്രായമുള്ള ഒരാൾ തന്നെയാണ്. നമ്മുടെ ട്രിപ്പ് മൊത്തം നല്ല വൈബാക്കി തരാമെന്ന് പുള്ളി നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്. എന്താവുന്നൊന്നും അറിയത്തില്ല. ടൗണിൽ നിന്ന് അധിക ദൂരം മാറുന്നതിന് മുമ്പ് തന്നെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പമ്പിലേക്ക് നമ്മൾ വണ്ടി കയറി. ഇവിടുന്ന് യാത്ര തുടങ്ങുന്ന ആളുകളൊക്കെ മാക്സിമം പെട്രോൾ ഫില്ല് ചെയ്തിട്ടാണ് യാത്ര മുന്നോട്ട് പോവുക. കാരണം പോകുന്ന വഴിക്കൊക്കെ ഭയങ്കര വിജനമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ പെട്രോൾ കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഇവിടെ പെട്രോൾ പമ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നമ്മളെ കുറച്ചപ്പുറം മാറിയിട്ട് കുറേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇങ്ങനെ ട്രെക്കിങ്ങിനൊക്കെ ഉള്ള ഒരു സെറ്റപ്പിൽ നിൽക്കുന്ന കണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അംചുക് ബ്രോയോട് ഞാൻ ചോദിച്ചു. ഇതെല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഡിഫിക്കൽട്ട് ഒന്നും ഇല്ലാത്ത ചെറിയൊരു ട്രെക്കിംഗ് പ്രോഗ്രാമാണ്. ഇവിടുന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് സബു എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് ഉണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് അവിടെ ഒരു മൊണാസ്ട്രി ഒക്കെ ഉണ്ട്. അത് കവർ ചെയ്ത് വില്ലേജ് വൈബ് ഒക്കെ ആസ്വദിച്ചിട്ടുള്ള ഒരു ചെറിയ ട്രെക്കിംഗ് ആണ്. ഇവരുടെ കൂട്ടത്തിൽ ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നു കേട്ടോ. അവൻ ഏറ്റവും ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്തായാലും ഞങ്ങളുടെ യാത്ര തുടർന്നു. നമ്മൾ ലേ വിട്ട് ഇന്നലെ കണ്ട വഴികളൊക്കെ മാറി അത്യാവശ്യം നല്ലതും വളരെ മോശമായിട്ടുള്ള ടൈപ്പ് ഓഫ് റോഡിലൂടെയൊക്കെയാണ് ഇന്നത്തെ യാത്ര.